നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിനകത്തുള്ള പ്ലേ സ്റ്റോർ നിങ്ങൾ ഓപ്പൺ ചെയ്യാതെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് നോക്കിയിട്ടുണ്ടോ? 99% ആൾക്കാർക്കും അറിയാത്ത ഉപകാരപ്രദമായ ഒരു ഫീച്ചർ ഇതുപോലെ നിങ്ങൾ പ്ലേ സ്റ്റോർ പ്രസ് ചെയ്ത് പിടിച്ചാൽ ലഭിക്കുന്നതാണ്. നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും, ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്യും, തീർന്നല്ലോ നമ്മുടെ ഉപയോഗം. എന്നാൽ പ്ലേ സ്റ്റോറിനകത്ത് നിരവധി ഫീച്ചറുകളുണ്ട്. അപ്പോൾ ആ ഫീച്ചറുകളിൽ രണ്ട് ഉപകാരപ്രദമായ ഫീച്ചറുകൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. നിങ്ങളുടെ ഫോണിൽ ഇരിക്കുന്ന പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാതെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് കളക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോഴാണ് ഈ ലോഡിങ്ങും അതുപോലെ തന്നെ ഒരു ഗെറ്റ് ഇറ്റ് എന്ന് പറയുന്ന ബട്ടനൊക്കെ ആദ്യം കാണിക്കും. പിന്നീട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഓപ്ഷൻ ഓൺ ആവും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഗെറ്റ് ഇറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോണിൽ ഇരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും കാറ്റഗറി ബേസിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഓരോ ആപ്ലിക്കേഷനും അതിൻ്റേതായ ഗ്രൂപ്പുകളിൽ ഉണ്ടാവും. കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഷോപ്പിംഗ്, ഇങ്ങനെ പല കാറ്റഗറിയിൽ ഇതിനകത്ത് ഗ്രൂപ്പുകൾ ഉണ്ടാവും. നമുക്ക് ഏത് കാറ്റഗറിയിൽപ്പെട്ട ആപ്ലിക്കേഷനാണ് ജസ്റ്റ് അതിൻ്റെ ഗ്രൂപ്പ് ഇതിനകത്ത് നിന്ന് തുറന്നാൽ തന്നെ അതിനകത്ത് നിന്ന് ആ ആപ്ലിക്കേഷൻ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലാണുള്ളത്. തൊട്ടടുത്ത് വാച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലെയും വീഡിയോ ഇതിനകത്ത് നിന്ന് കിട്ടും. ഇപ്പോൾ എൻ്റെ ഇതിൽ യൂട്യൂബും ജിയോയും മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ആ രണ്ടെണ്ണം മാത്രമേ ഈ ഫോണിലുള്ളൂ. നിങ്ങൾ നെറ്റ്ഫ്ലിക്സ്, ആമസോണൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലെയും പുതിയ വീഡിയോ വരുമ്പോൾ നമുക്ക് റെക്കമെൻഡേഷൻ ലഭിക്കുന്നതൊക്കെ ഒരുമിച്ച് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഓരോ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഓപ്പൺ ചെയ്യേണ്ട അതിലെ വീഡിയോ ഒക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ കണ്ടെത്തിയിട്ട് ഇതിനകത്ത് നിന്ന് തന്നെ മൂവീസും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി തൊട്ടടുത്തായി ഗെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഗെയിം മാത്രമല്ല, ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ കളിക്കാൻ പറ്റുന്ന ഒരുപാട് ഗെയിമുകളുണ്ട്. ഇതൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗെയിമുകളാണ്, ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരുപാട് ഗെയിമുകളുണ്ട് കേട്ടോ, ഒരുപാട് ഗെയിം കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ജസ്റ്റ് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നമുക്ക് പ്ലേ ചെയ്ത് കളിക്കാൻ സാധിക്കുന്നതാണ്. ഇനി പ്ലേ സ്റ്റോറിനകത്തെ ഉപകാരപ്രദമായ ചില ഫീച്ചറുകൾ പറഞ്ഞു തരാം. നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്താൽ ഇവിടെ വലതുഭാഗത്ത് താഴെയായിട്ട് നിങ്ങൾക്ക് യു എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഫോൺ വാങ്ങിയിട്ട് അവർ ഗെയിമൊക്കെ കളിക്കാറില്ലേ, അത് നമുക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഈ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഗെയിമിൻ്റെ ലിസ്റ്റ് തന്നെ വന്നിട്ട് ഏതൊക്കെ ഗെയിം എൻ്റെ മകൻ ഈ മാസത്തിൽ എത്ര മണിക്കൂർ കളിച്ചു എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ മകൻ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് റോബ്ലോക്സ് എന്ന ഗെയിമാണ്. അത് എത്ര മണിക്കൂർ ഈ മാസം കളിച്ചിട്ടുണ്ടെന്ന് കാണുന്നത് കൊണ്ടുള്ള പ്രയോജനം അവനെ നിയന്ത്രിക്കാൻ മാത്രമല്ല, ഇങ്ങ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു മാസമായിട്ടും ചില ഗെയിമുകളൊക്കെ 5 മിനിറ്റ് കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം മന്ത് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് ഉണ്ടാകുക. അത് മാറ്റിയിട്ട് ഇവിടെ ഇയർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കാത്ത ഗെയിമുകൾ കണ്ടെത്തിയിട്ട് അത് ഓപ്പൺ ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ കുട്ടികൾ കളിക്കുന്ന ഗെയിമാണെന്ന് വെച്ച് നമ്മുടെ ഫോണിൽ വലിയ വലിയ ഗെയിമുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ കളിക്കാത്ത ഗെയിമുകൾ കണ്ടെത്തുകയും അത് പെട്ടെന്ന് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് മെമ്മറി സ്പേസ് കൂട്ടാനൊക്കെ ഈ ഒരു ഓപ്ഷൻ സഹായിക്കുന്നതാണ്. ഇനി ഫോണിൽ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനും കണ്ടെത്താൻ സാധിക്കും. അതിനായിട്ട് പ്രൊഫൈൽ ഐക്കണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാനേജ് ഡിവൈസ് ആൻഡ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ രണ്ടാമതായി മാനേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിൽ ഇരിക്കുന്ന മുഴുവൻ ആപ്ലിക്കേഷനും ഇതിനകത്ത് നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇനി വലതുഭാഗത്തുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്താൽ ലീസ്റ്റ് യൂസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ടിക്ക് മാർക്ക് കൊടുത്താൽ നമ്മൾ ഫോണിൽ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏറ്റവും മുകളിൽ വന്ന് നിൽക്കുന്നതാണ്. പിന്നെ ഇതിൽ നിന്ന് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനൊന്നും എടുത്ത് കളയരുത്. അല്ലാതെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതായി ഈ ഫ്രീ ഫയർ ഒന്നും ഉപയോഗിക്കാറില്ല, വെറുതെ 600 MB കളയുകയാണ്. ഇതുപോലെ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനിലൊക്കെ ഒരുമിച്ച് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇവിടെ ഡിലീറ്റ് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുമിച്ച് ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.